ഹായ് ഫ്രണ്ട്സ്, ഹെവൻ കണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റാപ്പിഡോ ഫോറോ ഹൈ എന്നൊരു പ്ലാന്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസും ഓഫറുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്രീപ്പർ പ്ലാന്റാണ്. നല്ല തിക്കായിട്ട് വാൾമലോ ചുമരമലൊക്കെ ഒരു സ്റ്റിക്കുമലൊക്കെ പടർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫുകളൊക്കെ അടുത്തടുത്ത് നല്ല പതിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇത് പടർന്ന് കയറാൻ ഒരു പ്രതലം കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ലീഫുകളുടെ അകലമൊക്കെ ഒരുപാട് ദൂരത്തായിരിക്കും കേട്ടോ. ഇതുകൊണ്ട് ഇത് തന്നെ പ്രതലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലീഫിൻ്റെ അകലം കൂടിക്കൊണ്ടിരിക്കും. ചെറിയ ലീഫുമായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രതലം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് കൂടെ കയറിപ്പോയിക്കോളും. നല്ല ഭംഗിയാണിത് കാണാൻ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. കുറേ എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ നോഡ് ഒരു 3 നോഡ് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് അടിഭാഗം നമുക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. മണ്ണിലേക്ക് പോകുന്ന ഭാഗം ഭാഗത്തുള്ള ഇലകൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിന് പോട്ടിംഗ് മിക്സാണ്. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ചകിരി കമ്പോസ്റ്റാണ് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കിയ ചകിരി കമ്പോസ്റ്റാണ്. പിന്നെ കുറച്ച് പെർലൈറ്റും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഓക്സിജൻ കിട്ടാനും എല്ലാത്തിനും നല്ലതാണ് പെർലൈറ്റ്. വായുസഞ്ചാരം നല്ലോണം ഉണ്ടാവും. അപ്പം പ്ലാന്റുകൾക്ക് പെട്ടെന്ന് വളരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമ്മളൊരു തെർമോകോളിൻ്റെ കഷ്ണം കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് അടിഭാഗത്ത് ഒരു കമ്പിൻ്റെ കഷ്ണം നമുക്ക് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കോട്ട് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ച കട്ട് ചെയ്ത പ്ലാന്റുകൾ എടുത്തിട്ട് അത് അടിഭാഗം നല്ല ക്ലിയർ ആക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പോട്ട് മിക്സ് നിറക്കാം. എന്നിട്ട് അതിലേക്ക് മെല്ലെ കുത്തി വെച്ച് കൊടുക്കാം. സെൻറ്ററിലാവരുത്, കുറച്ച് മുൻഭാഗത്തേക്ക് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമുക്ക് ബോർഡ് നമുക്കവിടെ ഫിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി കൊടുത്ത് ഇങ്ങനെ വെച്ച് കുറച്ച് ദിവസം തണലത്ത് വെക്കുക. വേര് പിടിക്കുന്നതോട് കൂടി തന്നെ ഇത് പടരാൻ തുടങ്ങുമ്പോൾ അതിനൊരു പടരാനുള്ളൊരു പ്രതലം ഉണ്ടാക്കി കൊടുക്കണം. എന്തെങ്കിലും ചുമരുമലോ അല്ലെങ്കിൽ സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ ഇത് പെട്ടെന്ന് നല്ല രീതിയിൽ വളർന്ന് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ വിട്ടാണ് ഉണ്ടാവുക. ചെറിയ ലീഫുമായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും എടുക്കുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം. ഓക്കെ, ബൈ.